തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ, അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കുന്ന ഞങ്ങൾ വചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വ്യാപരിച്ച് ഞങ്ങളിൽ ക്രിയ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ബലപ്പെടുത്തണമേ, കുറവുകളെ ക്ഷമിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, അതിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. ഒന്നാമത്തെ ഭാഗം 3-ന്റെ 1 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങളാണ്. അവിടെ നാം ആരാണ് എന്ന് പറയുന്നു. നാം ആരാണ്. രണ്ടാമത്തെ ഭാഗം 5 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങളാണ്. അവിടെ കാണുന്നത് ഒരു വിശ്വാസിയുടെ പുതിയ ജീവിതം. നാം ആരാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരു പുതിയ മനുഷ്യനായി മാറിയവരാണ് നാം. അവൻ്റെ മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിച്ച് ക്രിസ്തുവിനോടുകൂടെ ഏകീഭവിച്ചവരാണ് നാം ആരാണ്. അതാണ് അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ. രണ്ടാമത്തെ ഭാഗം 5 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ ഇങ്ങനെ ക്രിസ്തുവിനോട് ഏകീഭവിക്കപ്പെട്ടതായ ഒരു വിശ്വാസിയുടെ ആ പുതിയ ജീവിതം എങ്ങനെയായിരിക്കണം. മൂന്നാമത്തെ ഭാഗം അതിൻ്റെ 18 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ പുതിയ ജീവിതത്തിലെ കുടുംബ ജീവിതം. അങ്ങനെ 3 ഭാഗങ്ങളായി 3-ാം അധ്യായത്തെ തിരിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഒന്നാമത്തത് ആദ്യത്തെ 4 വാക്യങ്ങൾ നാം ആരാണ്, നാം എന്തായി മാറി, നാം ഇപ്പോൾ ആരാണ്, നമ്മിൽ വന്ന വ്യത്യാസം എന്താണ്. ഒരു പുതിയ മനുഷ്യനായി മാറി. രണ്ടാമത്തെ ഭാഗം അതിൻ്റെ 5 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ ഇങ്ങനെ മാറിയ ഒരു വിശ്വാസിയുടെ പുതിയ ജീവിതം എങ്ങനെയായിരിക്കണം. പുതിയ ജീവിതം, ഒരു വിശ്വാസിയുടെ പുതിയ ജീവിതം. വേണ്ടി നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് മാത്രം ഒന്ന് എഴുതുക. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം ആരാണ്. 2
5 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒരു വിശ്വാസിയുടെ പുതിയ ജീവിതം. ഒരു വിശ്വാസിയുടെ പുതിയ ജീവിതം. 3 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പുതിയ ജീവിതത്തിലെ കുടുംബജീവിതം. പുതിയ ജീവിതത്തിലെ കുടുംബ ജീവിതം. ഇനി ഓരോന്നും ഇങ്ങനെ 3 പോയിൻ്റായിട്ട് തിരിച്ചിട്ട് ഓരോ പോയിൻറ്റും നാം ഒന്ന് തിരിച്ച് പഠിക്കുകയാണ്. നാം ആരാണ്? നാം ക്രിസ്തുവിനോടുകൂടെ ഏകീഭവിച്ച വിശ്വാസിയാണ്. ക്രിസ്തുവിനോടുകൂടി ഏകീഭവിച്ച വിശ്വാസി. എന്തിനൊക്കെ ഏകീഭവിച്ചു? എന്തിനൊക്കെ ക്രിസ്തുവിനോട് ഏകീഭവിച്ചു? 1. അതിന് 3-ാം വാക്യം, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അവനോടുകൂടെ മരിച്ചു. നിങ്ങൾ മരിച്ച് അവനോടുകൂടെ, ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. 1, അവനോടുകൂടെ മരിച്ചു. യു ഡൈഡ് വിത്ത് ക്രൈസ്റ്റ്. അവനോട് കൂടെ മരിച്ചു. 2, അതിന് 1-ാം വാക്യം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. യു റിസൺ വിത്ത് ക്രൈസ്റ്റ്. അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു. 3, അതിന് 3-ാം വാക്യം തന്നെ, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. എന്തിനൊക്കെ നാം ഏകീഭവിച്ചു? അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് ഏകീഭവിച്ചു. ഇപ്പോഴെങ്ങനെയാണ്? അവനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഇരുന്നാൽ അതിൻ്റെ റിസൾട്ട് എന്താണ്? അതിൻ്റെ ഫലം എന്താണ്? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. 1, ക്രിസ്തുവിനോട് ഏകീഭവിച്ചു. അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചു. അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് ഏകീഭവിച്ചു. അവനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഏകീഭവിച്ചതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം എന്താണ്? അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇങ്ങനെ ആയിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റി. എന്നു പറയാൻ പറ്റുമോ? ഈ 4 വാക്യങ്ങളിൽ നാം ക്രിസ്തുവിനോട് ഏകീഭവിച്ചു. അവൻ്റെ മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും വീണ്ടും അവനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നാം ആയാൽ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രത്യാശ. ഇങ്ങനെ ആയിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം എന്താണ്? പറയാം, ആരെങ്കിലും പറയാം വാക്യത്തിൽ നിന്ന്. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം. എന്ന് പറഞ്ഞാൽ അവനോടുകൂടെ ഏകീഭവിച്ച് അവനിൽ മറഞ്ഞിരിക്കുന്നവരായ നമ്മുടെ ഉത്തരവാദിത്വമാണ് ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കുക എന്നുള്ളത്. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ.
എന്ന് പറഞ്ഞാൽ ഉയരത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഭൂമിയിലുള്ളത് ചിന്തിക്കേണ്ടത്. ഉയരത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭൂമിയിലുള്ളത് ചിന്തിക്കാവൂ. ഈ ഭൂമിയിലുള്ള പ്രശസ്തിയെയും വിമർശനങ്ങളെയും നേട്ടങ്ങളെയും പരാജയങ്ങളെയും നാം നേരിടുന്നതായ പ്രതിസന്ധികളെയും എല്ലാം ഉയരത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വീക്ഷിക്കണം. ക്ലിയറായോ? ഇവിടെ എന്തു വന്നാലും ഉയരത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം അതിനെ കാണേണ്ടത്. ഇപ്പോൾ നമ്മളെ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കുന്നു. അപ്പോൾ നമ്മളത് കാണേണ്ടത് എങ്ങനെയാണ്? ഉയരത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കാണണം. അപ്പോൾ നമ്മുടെ ഉള്ളു ഉണരും, നമ്മുടെ ഉള്ള് സന്തോഷിക്കും. അതുകൊണ്ടാണ് സകല തിന്മകളും കളവായി പറയുമ്പോൾ സന്തോഷിച്ച് തുള്ളാൻ പറഞ്ഞിരിക്കുന്നത്. ഇല്ലാത്തത് പറയുമ്പോൾ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഉയരത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിലുള്ളതിനെ കാണണം. വാസ്തവത്തിൽ പലപ്പോഴും നമുക്കത് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് നാം വാടിപ്പോകുന്നത്, നാം തളർന്നു പോകുന്നത്, നമ്മുടെ വീര്യം കുറഞ്ഞു പോകുന്നത്. നാം നേരിടുന്നതെല്ലാം ഉയരത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കാണാനായിട്ട് കഴിയണം. നമുക്കതിന് സാധിക്കണം. നമുക്കതിന് കഴിയുന്നുണ്ടോ? ഉയരത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിലുള്ളതെല്ലാം കാണാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞകാല പിതാക്കന്മാരും ഭക്തന്മാരും എല്ലാം അനുഭവിച്ചതായ വഴിയാണത്. അവർ നിന്നേൽക്കുമ്പോൾ, അവർ ഉപദ്രവമേൽക്കുമ്പോൾ, അവർ കഷ്ടങ്ങൾ ഏൽക്കുമ്പോൾ അവരുടെ ഉള്ളം സന്തോഷിച്ചത് അവർക്ക് മുമ്പിൽ വച്ചിരിക്കുന്നതായ സന്തോഷം അവർ ഓർത്തു. ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ ഞാനും നിങ്ങളും ആരാണ്? നാം കർത്താവിനോട് ഏകീഭവിച്ചവരാണ്. അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചു, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് ഏകീഭവിച്ചു. ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവരായ നാം അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടുവാനിരിക്കുന്നവരായ നാം ഈ ഭൂമിയിലുള്ള നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കണം. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. ഈ ഭൂമിയിൽ നേരിടുന്നതെല്ലാം ഉയരത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈ വാക്യങ്ങളുടെ അർത്ഥം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇവിടെ നേരിടുന്നതെല്ലാം
ഇവിടെ സഹിക്കുന്നതെല്ലാം, ഇവിടത്തെ കാര്യങ്ങളെല്ലാം ഉയരത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കണം. ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. എന്തെല്ലാം ഇവിടെ നേരിട്ടാലും ഈ ഭൂമിയിലുള്ള പ്രശസ്തി, മറ്റുള്ളവർ നമ്മളെ പ്രശംസിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മെ പുകഴ്ത്തുമ്പോൾ അവിടുത്തെ പ്രതിഫലം കുറയും. അപ്പോൾ എന്തു പറ്റും? ഉള്ളിൽ വിഷമ അല്ലേ? ശരിയല്ലേ? ഇവിടെ നമ്മളെ എല്ലാവരും അങ്ങ് പുകഴ്ത്തി, സത്യത്തിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഇന്നയാൾ വചനം പറയുന്നത് കേട്ട് ഒരു വേദന, ഉള്ളിലൊരു ഭാരമാണ്. കാരണം എൻ്റെ ഉള്ളിലൊരു അല്പമെങ്കിലും അവിടുത്തെ ആ പ്രതിഫലം കുറഞ്ഞു പോകുന്നു. ഇവിടെ പുകഴ്ത്തുമ്പോൾ, ഇവിടെ മറ്റുള്ളവർ നമ്മളെ കൂടുതൽ അങ്ങ് മാനിക്കുമ്പോൾ അവരുടെ പ്രതിഫലം കിട്ടിപ്പോയെന്നാണ് അർത്ഥം പറയുന്നത്. ഉയരത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ വിഷമം. കാരണം അവിടെ കിട്ടേണ്ടത് ഇവിടെ പോയി. അങ്ങനെയാകണം നമ്മൾ ഓരോരുത്തരും. ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ അവിടെ തേജസ്സിൻ്റെ ഘനം വർദ്ധിച്ചു വരുന്നതായ അനുഭവം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ, പത്രോസിൻ്റെ ലേഖനം 1 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 3 മുതലുള്ളതായ ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. മതി. വീണ്ടും 4-ാം അധ്യായം 12 മുതലുള്ളതായ വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നാം ഈ ഭൂമിയിലുള്ളതായ കാര്യങ്ങളെല്ലാം ഉയരത്തിലുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കണം. ഈ ഭൂമിയിലുള്ളതല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ റെസ്പോൺസിബിലിറ്റി അങ്ങനെ ആയിരിക്കണം. നാം ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ പെട്ടെന്ന് പറ്റില്ല. ഇതുപോലെ ഈ ഉത്തരവാദിത്വം ഉയരത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ച അവസ്ഥ വരണം. മരിക്കാതെ ഉയർക്കാൻ പറ്റുമോ? അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പോണ്ട് ഏകീഭവിക്കണമെങ്കിൽ അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചിരിക്കണം. ഒരിക്കലും മരിക്കാതെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചവർക്ക് മാത്രമേ
അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് ഏകീഭവിക്കാൻ കഴിയുകയുള്ളൂ. ക്രിസ്തുവിനോടുകൂടെ മരിച്ച അവസ്ഥ വരണം, മരിക്കാതെ ഉയർക്കാൻ കഴിയുകയില്ല. ഉയർത്ത് ജീവിച്ചവരായ നാം ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൽ മറഞ്ഞ് ജീവിച്ചാൽ തേജസ്സിലെടുക്കപ്പെടും. ഞാൻ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ക്രിസ്തുവിനോട് മരിച്ച അവസ്ഥ വരണം, മരിക്കാതെ ഉയർക്കാൻ കഴിയുകയില്ല. ഉയർത്ത് ജീവിച്ചവരായ നാം ഉയരത്തിലുള്ളത് അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൽ മറഞ്ഞ് ജീവിച്ചാൽ തേജസ്സിൽ എടുക്കപ്പെടും. വാസ്തവത്തിൽ സുവിശേഷം മുഴുവനുമായി, ഈ വാക്യത്തിൽ സുവിശേഷം മുഴുവനുമായി. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 11-ാം വാക്യം വായിച്ച്. 2 തിമോത്തിയോസ് 2:11. 2 തിമോത്തിയോസ് 2:11. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കുക എന്നുള്ളത് ഒഴിവാക്കാനാകാത്ത ഒരു കാര്യമാണ്. അവൻ്റെ കൂടെ ജീവിക്കണമോ അവനോടുകൂടെ മരിക്കണം. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഈ ലോകത്ത് നാം ജീവിച്ചിരിക്കുമ്പോൾ, ഈ ആയുസ്സിൽ നാം ആയിരിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കുക എന്നതിന് 3 അവസ്ഥകളുണ്ട്. 1, പാപം സംബന്ധിച്ച് മരിച്ച അവസ്ഥ. പാപം സംബന്ധിച്ച് മരിച്ച അവസ്ഥ. റോമർ 6:2 വായിക്കാം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപം സംബന്ധമായി മരിച്ചവരായ നാം, പാപം സംബന്ധമായി മരിക്കുക. അതിന്റെ 11-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. പാപം സംബന്ധമായി മരിച്ചവരെന്ന് നിങ്ങളെ തന്നെ എണ്ണുക. പാപം സംബന്ധിച്ച് മരിച്ച അവസ്ഥ. 2, സ്വയം സംബന്ധിച്ച് മരിച്ച അവസ്ഥ. സ്വയം സംബന്ധിച്ച് മരിച്ച അവസ്ഥ. ഗലാത്യർ 2:20. സ്വയം സംബന്ധമായി മരിച്ച അവസ്ഥ. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ മരിച്ചു, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിനോട് മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. അപ്പോൾ സ്വയം സംബന്ധമായി മരിച്ച അവസ്ഥ. 3, ലോകം സംബന്ധമായി മരിച്ച അവസ്ഥ. ഗലാത്യർ 6:14. ലോകം സംബന്ധമായി മരിച്ച അവസ്ഥ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർ 2:20 കൂടെ. ലോകം സംബന്ധമായി മരിച്ച അവസ്ഥ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മതി. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മതി. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു. ലോകം സംബന്ധമായി മരിച്ച അവസ്ഥ. ക്രിസ്തുവിനോടുകൂടെ മരിക്കുക എന്നതിൽ 3 അവസ്ഥകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നാം ഈ ആയുസ്സിലായിരിക്കുമ്പോൾ
ക്രിസ്തുവിനോടുകൂടെ മരിക്കുക എന്നതിൽ 3 അവസ്ഥകളുണ്ട്. ഒന്ന്, പാപം സംബന്ധമായി മരിച്ച അവസ്ഥ. 2, സ്വയം സംബന്ധമായി മരിച്ച അവസ്ഥ. 3, ലോകം സംബന്ധമായി മരിച്ച അവസ്ഥ. വാസ്തവത്തിൽ ഇതാണ് സ്നാനത്തിൻ്റെ അർത്ഥം. ഏതാണ്ട് 5-6 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു സ്നാനം എന്ന വിഷയം. സ്നാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. നാം അനുഭവിക്കേണ്ട അപ്രത്യക്ഷമായ നന്മ എന്ന് പറയുന്നത് ഇതാണ്. അവനോടുകൂടെ മരിച്ച് അടക്കപ്പെടുക. ഇല്ലേ? കൂദാശ എന്ന് പറയുന്നത് എന്താണ്? അപ്രത്യക്ഷങ്ങളായ നന്മകളുടെ പ്രത്യക്ഷങ്ങളായ കർമ്മങ്ങളാണ്. അപ്രത്യക്ഷമായ നന്മ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് സ്വന്തം കഴിവുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. പാപം സംബന്ധമായി മരിക്കുക, സ്വയം സംബന്ധമായി മരിക്കുക, ലോകം സംബന്ധമായി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സ്വയമായി പ്രാപിക്കുവാൻ കഴിയുന്ന, സ്വന്തം കഴിവുകൊണ്ട് സാധ്യമാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവത്തിലാകാൻ നമുക്ക് സാധ്യമല്ല. പിന്നെ എങ്ങനെ സാധിക്കും? കൊലോസ്യർ 2:12. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നമുക്ക് ഇത് സാധ്യമായി തീരും. നമ്മുടെ മേൽ, നമ്മുടെ ഈ മർത്തി ശരീരത്തിൻ്റെ മേൽ, നമ്മിൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ആ വ്യാപാര ശക്തിയാൽ ഒരു ജയജീവിതം സാധിക്കും. കർത്താവേ, ഞങ്ങളുടെ മേൽ ആ ശക്തി എപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കുവാൻ, ഈ മൺശരീരത്തിൻ്റെ മേൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ്റെ ശക്തി എല്ലായ്പ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുവാൻ, ആ വ്യാപാരത്താൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം പകർന്ന് ആത്മാവിൻ്റെ വ്യാപാരത്താൽ ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമേ. ആവശ്യക്കാരുടെ മേൽ, സമർപ്പിക്കുന്നവരുടെ മേൽ, ദാഹിക്കുന്നവരുടെ മേൽ, ഉള്ളം കൊതിക്കുന്നവരുടെ മേൽ അവൻ്റെ വ്യാപാരത്താൽ അവന് സാധ്യമാക്കി തരുന്നു. കർത്താവേ, ഈ അന്ത്യനാളുകളിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം എൻ്റെ മേൽ പകർന്ന് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് സാധ്യമാക്കി തരണമേ. സ്വന്തം കഴിവുകൊണ്ട് ഒരു ജയജീവിതം സാധ്യമല്ല. പാപം സംബന്ധമായി മരിക്കുക, സ്വയം സംബന്ധമായി മരിക്കുക, ലോകം സംബന്ധമായി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കഴിവുകൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അവൻ്റെ വ്യാപാരത്താൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അവൻ്റെ വ്യാപാര ശക്തിക്ക് ഇതെല്ലാം സാധ്യമാക്കി തരാൻ കഴിയും. അവൻ്റെ വ്യാപാരത്താൽ അവൻ തന്നാലുണ്ട്, അവൻ നടത്തിയാലുണ്ട്, അവൻ നിർത്തിയാലുണ്ട്. ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. പൗലോസ്ലീഹായ്ക്കും അത് മാത്രമേ പറയാനുള്ളൂ. നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്, വീഴാതോടെ നിങ്ങളെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവരായി തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് ആ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. പാപം സംബന്ധമായി മരിച്ച അവസ്ഥ, സ്വയം സംബന്ധമായി മരിച്ച അവസ്ഥ, ലോക സംബന്ധമായി മരിച്ച അവസ്ഥ. എന്താണ് ഈ അവസ്ഥ എന്ന് പറയുന്നത്? പാപം സംബന്ധമായി മരിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണത്? പാപത്തിൽ മരിച്ച അവസ്ഥയുണ്ട്, പാപം സംബന്ധമായി മരിച്ച അവസ്ഥയുണ്ട്. രണ്ടും രണ്ടാണ്.
ഇത് രണ്ടും രണ്ടാണ്. പാപത്തിൽ മരിച്ച അവസ്ഥയും പാപം സംബന്ധമായി മരിച്ച അവസ്ഥയും രണ്ടും രണ്ടാണ്. എന്താണ് പാപത്തിൽ മരിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ? പാപത്തിൽ മരിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ. എഫേസ്യർ 2-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ. പാപത്തിൽ മരിച്ച അവസ്ഥ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഞാൻ കേട്ട് വായിക്കാൻ സമയമെടുക്കുന്നില്ല, നമുക്കറിയാവുന്ന വേദഭാഗമാണ്. പാപത്തിൽ മരിച്ച അവസ്ഥ എന്താണത്? പാപത്തിൽ മരിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ പാപഭാരം അനുഭവപ്പെടാത്തൊരവസ്ഥയാണ്. പാപഭാരം അനുഭവപ്പെടാത്ത ഒരവസ്ഥയാണ് പാപത്തിൽ മരിച്ച അവസ്ഥ. മരിച്ച അവസ്ഥ, പാപത്തിൽ മരിച്ച അവസ്ഥ. എന്താണ് ഈ പാപഭാരം എന്ന് പറഞ്ഞാൽ? പാപഭാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ ഒരു സുവിശേഷകനെ കളിയാക്കിക്കൊണ്ട് ഒരു യുവാവ് ചോദിച്ചു. ഈ ബൈബിളൊക്കെ ആയിട്ട് നടക്കുന്ന സുവിശേഷകൻ വീടുകൾ കയറി സുവിശേഷം അറിയിച്ചുകൊണ്ട് ദൈവവേല ചെയ്യുന്ന ആ സുവിശേഷകനെ ഒന്ന് കളിയാക്കാനായിട്ട് ഒരു ചെറുപ്പക്കാരനൊരു താല്പര്യം, ഒന്ന് കളിയാക്കിയേക്കാം. ചെറുപ്പക്കാരൻ ഈ സുവിശേഷൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഉപദേശി എപ്പോഴും ഈ പാപഭാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ പാപഭാരം അതിന് എത്ര കിലോ വരും? എത്ര കിലോ ഉണ്ടത്? എത്ര കിലോ തൂക്കമുണ്ട്? ഈ പാപഭാരത്തിന് എത്ര കിലോ വരും? ഉപദേശി, എനിക്ക് ഒരു ഭാരവും തോന്നണില്ലല്ലോ. അതെന്താ അത്? ഈ പാപഭാരം എന്ന് പറഞ്ഞാൽ എത്ര കിലോ വരെ വരും? എനിക്കൊരു ഭാരവും തോന്നുന്നില്ലല്ലോ. ഈ ഉപദേശി തിരിച്ച് ഈ ചെറുപ്പക്കാരനോട് നിന്റെ ചോദ്യങ്ങളെന്ന് ചോദിച്ചു. മോനെ, നിന്റെ തലയിൽ 10 കിലോ തൂക്കമുള്ള ഒരു സഞ്ചി അരി, 10 കിലോയുടെ ഒരു സഞ്ചി അരി നിന്റെ തലയിൽ വെച്ച് തരുന്നു. നിനക്ക് എന്ത് ഭാരം തോന്നും? അവൻ പറഞ്ഞു, എനിക്ക് 10 കിലോ ഭാരം തോന്നും. 10 കിലോ ഭാരം എനിക്ക് അനുഭവപ്പെടും. വീണ്ടും ഉപദേശി ചോദിച്ചു, മോനെ, നിന്റെ തലയിൽ ഒരു 50 കിലോ ഭാരമുള്ള ഒരു മണൽ ചാക്ക് നിന്റെ തലയിൽ പിടിച്ചു വെച്ച് തരുന്നു. നിനക്ക് എത്ര കിലോ ഭാരം അനുഭവപ്പെടും? അതായത് 50 കിലോ ഭാരം എനിക്ക് അനുഭവപ്പെടും. വീണ്ടും ഉപദേശി ചോദിച്ചു, മോനെ, നിന്റെ തലയിൽ ഒരു 5000 കിലോ ഭാരമുള്ള ഇരുമ്പ് കട്ട, 5000 കിലോഗ്രാം ഭാരമുള്ള ഒരു ഇരുമ്പ് കട്ടി നിന്റെ തലയിൽ എടുത്ത് വെച്ച് തരുന്നു. നിനക്ക് എന്ത് ഭാരം തോന്നും? ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ വെറും പൊട്ടനൊന്നുമല്ല, ഇല്ലേ? പൊട്ടനാണെങ്കിൽ എന്ത് പറയായിരുന്നു? എനിക്ക് 5000 കിലോ ഭാരം തോന്നും. ഒന്ന് ചിന്തിച്ചു. എടാ, ഈ ഉപദേശി മോശക്കാരനല്ലല്ലോ, ചെറുപ്പക്കാരൻ ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് ഒരു ഭാരവും തോന്നില്ല. കാരണം ആ 5000 കിലോ ഭാരമുള്ള ആ ഇരുമ്പ് കട്ടി എൻ്റെ തലയിൽ മുഴുവനായിട്ടങ്ങ് വെച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അതിൻ്റെ കീഴിൽ ചതഞ്ഞരഞ്ഞ് ചത്തുപോയിട്ടുണ്ടാകും. അതുകൊണ്ട് എനിക്ക് ഒരു ഭാരവും തോന്നില്ല. ഉപദേശി പറഞ്ഞു, മോനെ, അതാണ്
നിനക്ക് പാപഭാരം തോന്നാത്തത്? നിനക്ക് പാപഭാരം അനുഭവപ്പെടാത്തതിൻ്റെ കാരണം നീ പാപത്തിൽ മരിച്ചു കിടക്കുകയാണ്. പാപത്തിൽ മരിച്ചു കിടക്കുന്നത് കൊണ്ടാണ് നിനക്ക് പാപഭാരം അനുഭവപ്പെടാത്തത്. നീ പാപത്തിൽ മരിച്ചു കിടക്കുന്നു. ഇന്ന് അനേകർ പാപത്തിൽ മരിച്ചു കിടക്കുകയാണ്. പാപത്തിൽ മരിച്ചു കിടക്കുന്നു. നമ്മൾ ഓർക്കണം, ഒരു ഡെഡ് ബോഡി, ജീവനില്ല, ഒരു ഡെഡ് ബോഡി കിടക്കുന്നു, മരിച്ച ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. ആ ഡെഡ് ബോഡിയുടെ അടുക്കൽ കൊണ്ടുപോയി നല്ല മനോഹരമായ ഒരു റോസാപ്പൂവ് കാണിച്ച് ഇതിൻ്റെ ഭംഗി ഒന്ന് നോക്കിക്കേ. മൂക്കിൽ കൊണ്ടുപോയി ആ റോസാപ്പൂവിൻ്റെ നല്ല സുഗന്ധം അത് മണപ്പിക്കുന്നു. എന്ത് നല്ല സുഗന്ധമാണ് ആസ്വദിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും കഴിയില്ല. ഒരു ഡെഡ് ബോഡിക്ക്, ജീവനില്ലാത്ത മരിച്ച ഒരു ഡെഡ് ബോഡിക്ക് റോസാപ്പൂവ് സൗന്ദര്യമുള്ളതാണ്, സുഗന്ധമുള്ളതാണ് എങ്കിലും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാനോ അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാനോ ഉള്ളതായ കഴിവ് ഒരു ഡെഡ് ബോഡിക്കില്ല. അതുപോലെ തന്നെയാണ് പാപത്തിൽ മരിച്ചവർക്ക് ആത്മീയ കാര്യങ്ങളുടെ സുഗന്ധം ആസ്വദിക്കുവാനോ ആത്മീയ കാര്യങ്ങളുടെ മനോഹാരിത ആസ്വദിക്കുവാനോ കഴിയില്ല. നമ്മൾ ഓർക്കും, എന്തുകൊണ്ടാണ് അവർക്ക് സുവിശേഷ വേലയോട് താല്പര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് ആരാധിക്കാൻ താല്പര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് വചനം കേൾക്കാനും വചനം പഠിക്കാനും വചനം വായിക്കാനും ഒന്നും താല്പര്യമില്ലാത്തത്? ആത്മാവിൽ മരിച്ചു കിടക്കുന്നു. ആത്മീയമായ കാര്യങ്ങളുടെ മനോഹാരിത ആസ്വദിക്കുവാനോ സുഗന്ധം ആസ്വദിക്കുവാനോ ആത്മാവിൽ മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് കഴിവില്ല, സാധിക്കില്ല. വെറുതെ അവനിട്ട് എന്തോരം നമ്മൾ പേടിപ്പിച്ചാലോ ശാസിച്ചാലോ തല്ലിയാലോ കൊട്ടിയാലോ ഒന്നും അവനതിന് കഴിവില്ല. ചിലപ്പോൾ നമ്മളെ പേടിച്ചൊക്കെ ഒരു കൂട്ടായ്മയ്ക്ക് വന്നേക്കും, പക്ഷെ ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല. ദൈവം അന്ന് ആദാമിനോട് പറഞ്ഞത് എന്താണ്? തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിനെ പോലെ നീ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. ഒടുക്കത്തെ ആദാമായി വന്നവനായ ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി, ഒടുക്കത്തെ ആദാമായി വന്നവനായ ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി. 1 കൊരിന്ത്യർ 15:45. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 45-ാം വാക്യം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ജീവിപ്പിക്കുന്ന ആത്മാവായി വന്നവനായ ക്രിസ്തു അക്ഷരികമായി മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. പറയാൻ പറ്റും എത്ര പേരെ ഉയർപ്പിച്ചു? കർത്താവ് മരിച്ചവരെ, എത്ര മരിച്ചവരെ ഉയർപ്പിച്ചു? 3 പേരെ ഉയർപ്പിച്ചു. ആരൊക്കെയാണ്? ലാസറിനെ ഉയർപ്പിച്ചു. നയീനിലെ വിധവയല്ല, വിധവയുടെ മകനെ ഉയർപ്പിച്ചു. യായിറോസിന്റെ മകളെ, ശതാധിപന്റെ മകളെ, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു. അങ്ങനെ 3 പേരെ ജീവിപ്പിക്കുന്ന ആത്മാവായി വന്ന ഒടുക്കത്തെ ആദാം 3 പേരെ മരിച്ചവരെ ആക്ഷരികമായി ജീവിപ്പിച്ചു. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം
8-ാം അധ്യായം 49 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിലാണ് യായിറോസിൻ്റെ മകൾ ഉയർപ്പിച്ച കാര്യം നാം കാണുന്നത്. എവിടെയായിരുന്നു അവള്? എവിടെയാ മരിച്ചത്? യായിറോസിൻ്റെ മകൾ എവിടെയാണ് മരിച്ചു കിടന്നത്? വീട്ടിൽ, സ്വന്തം വീട്ടിൽ മരിച്ച യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു. വീണ്ടും നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. എവിടെ കിടക്കുമ്പോഴാ? വഴിയിൽ, പെരുവഴിയിൽ, നയീന്റെ വീതിയിൽ, തെരുവിൽ മരിച്ചവൻ. ഒന്ന്, വീട്ടിൽ മരിച്ചവളെ ഉയർപ്പിച്ചു. 2, തെരുവിൽ മരിച്ചവനെ ഉയർപ്പിച്ചു. മൂന്നാമതാരാണ്? ലാസർ. എവിടെയായിരുന്നു? കല്ലറയിൽ മരിച്ചവനെ ഉയർപ്പിച്ചു. മരിച്ചവരെ ജീവൻ കൊടുക്കുന്ന ഒടുക്കത്തെ ആദാമായി, ജീവിപ്പിക്കുന്ന ആത്മാവായി വന്ന ഒടുക്കത്തെ ആദാം 3 പേർക്ക് ആക്ഷരികമായി 3 മരിച്ചവരെ ഉയർപ്പിച്ചു. ഒരാൾ വീട്ടിൽ മരിച്ചവൾ, മറ്റൊരാൾ തെരുവിൽ മരിച്ചവൻ, മറ്റൊരാൾ കല്ലറയിൽ മരിച്ചു കിടക്കുന്നവൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? വീട്ടിൽ മരിച്ചവൾ എന്ന് പറയുമ്പോൾ വീടിനകത്ത, പുറത്തേക്കൊന്നും വന്നിട്ടില്ല. ആ മരണം പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്ത് ആരും അറിയുന്നില്ല. ഞാൻ ആത്മീയമായി അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പാപത്തിൽ മരിച്ചു കിടക്കുന്നു, പുറത്ത് ആർക്കും അറിയില്ല, പുറത്തേക്ക് വന്നിട്ടില്ല. പുറത്ത് ആരാധനയുണ്ട്, പാട്ടുണ്ട്, കൂട്ടായ്മയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആത്മീയ രംഗങ്ങളിലെല്ലാം ഉണ്ട്. ഭാര്യയ്ക്കറിയില്ല, ഭർത്താവിനറിയില്ല, മക്കൾക്കറിയില്ല, കൂട്ടായ്മക്കാർക്കറിയില്ല, മാതാപിതാക്കൾക്കറിയില്ല. രഹസ്യ പാപങ്ങളിൽ മരിച്ചു കിടക്കുന്നവർ, മറ്റാർക്കും അറിയില്ല പാപമുണ്ടെന്ന്. ജീവിതത്തിൽ പാപം കിടക്കുന്നു എന്ന് മറ്റാർക്കും അറിയില്ല. പാപം ചെയ്യുന്നു എന്ന് മറ്റാർക്കും അറിയില്ല. വേറെ ആർക്കും അറിയില്ല. ഒപ്പം കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുന്നവർക്കറിയില്ല. മറ്റാരും അറിയാതെ പാപത്തിൽ മരിച്ചു കിടക്കുന്നവരുണ്ട്. പാപമാണോ ആത്മാവിൽ ജീവനുണ്ടാകുകയില്ല. പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും. ആത്മാവിനെ കൊല്ലുന്നതാണ് പാപം. ആത്മാവ് മരണപ്പെട്ടു പോകും. പക്ഷേ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്, സുവിശേഷ വില ചെയ്യുന്നുണ്ടാകാം, സാക്ഷ്യം പറയുന്നുണ്ടാകാം, എല്ലാം ഉണ്ടാകാം, വചനവും പറയുന്നുണ്ടാകാം. പക്ഷേ ആത്മാവിൽ ജീവനില്ല, മരിച്ചു കിടക്കുന്നു എന്നുള്ളത് മറ്റാർക്കും അറിയില്ല. യേശു വന്നത് ഇങ്ങനെയുള്ളവരെ ഉയർപ്പിക്കാനാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ളവരെ ഉയർപ്പിക്കാനാണ് യേശു വന്നത്. ഇന്ന് ജീവിതത്തിലേക്ക് നോക്കണം. കർത്താവേ, ഞാൻ മരണപ്പെട്ട് കിടക്കുകയാണ്, ഞാൻ മാറിയെന്നുണ്ടല്ലോ പറയുന്നത്. ആത്മാവിൻ്റെ ജീവൻ കെട്ടുപോയോ? ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയോ? ആത്മാവിൻ്റെ ജീവൻ നിന്ന് മാറിപ്പോയോ? ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട, തളർന്നു പോകണ്ട. ജീവിപ്പിക്കുന്ന ഒടുക്കത്തെ ആദാം എഴുന്നള്ളി വന്നിട്ടുണ്ട്. ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും അവൻ ഈ ഭൂമിയിലേക്ക് വന്നവനാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ച് കർത്താവ് എന്താ പറയുന്നത്? 8-ാം അധ്യായം, ലൂക്കോസ് 8-ാം അധ്യായം 55-ാമത്തെ വാക്യം. ലൂക്കോസ് 8:55. അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവൻ കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവൻ കൽപ്പിച്ചു. ഭക്ഷണം കൊടുക്കുവാൻ അവൻ കൽപ്പിച്ചു. എന്താണ് വേണ്ടത്?
വചനം കൊടുക്കണം. മരിച്ചു കിടക്കുന്നവർക്ക് അവൾക്ക് ഭക്ഷണം കൊടുക്കുവിൻ. യേശു അവളെ ജീവിപ്പിച്ചു. അവൾക്ക് ഭക്ഷണം കൊടുപ്പീൻ എന്ന് യേശു പറഞ്ഞു. വചനം കൊടുക്കണം. നിങ്ങൾ ഓർക്കണം, മരിച്ചാൽ ഡെഡ് ബോഡി അത് ചീയും. ചീഞ്ഞാൽ ദുർഗന്ധമാണ്, മണമാണ്. എത്ര ഉന്നതനായാലും, എത്ര ആരോഗ്യമുള്ളവനായാലും, എത്ര സൗന്ദര്യമുള്ളവനായാലും, എത്ര വലിയ പണക്കാരനായാലും, ആരായാലും മരിച്ചാൽ ചീയും. ചീഞ്ഞാൽ ദുർഗന്ധമുണ്ടാകും. ഇന്ന് അനേക ഭവനങ്ങളിലും ദുർഗന്ധമുണ്ടാകാൻ കാരണം ആത്മാവിൽ മരിച്ച അവസ്ഥയാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അനേക കുടുംബങ്ങളിൽ ദുർഗന്ധം മൂലം വീർപ്പ് മുട്ടുന്നു. മരിച്ച അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ മരിച്ച അവസ്ഥയാണ് എന്ന് ഒന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ അനേകം ഭവനങ്ങളിലും കൂട്ടായ്മകളിൽ ദുർഗന്ധം വരാൻ കാരണമെന്താ? കൂട്ടായ്മകൾ ചീഞ്ഞ് നാറാൻ കാരണമെന്താണ്? സഭകൾ ചീഞ്ഞ് നാറാൻ കാരണമെന്താണ്? എല്ലാം ചീഞ്ഞ് നാറാൻ കാരണം ആത്മീക രംഗങ്ങളെല്ലാം ചീഞ്ഞു നാറാൻ കാരണം ആത്മാവിൽ മരണപ്പെട്ടവരുള്ളത് കൊണ്ടാണ്. കർത്താവേ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഒരു ദുർഗന്ധം വരാതെ കാക്കണമേ. ഞാൻ സമയം കഴിഞ്ഞല്ലോ. ദൈവം കൃപ തരുന്നുവെങ്കിൽ നമുക്ക് വരുന്ന ചൊവ്വാഴ്ച ധ്യാനിക്കാം. കർത്താവേ, ഞങ്ങളിൽ നിന്ന് ഒരു ദുർഗന്ധം ഉയരാനിടവരരുത്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദുർഗന്ധം ഉയരാനിടവരരുത്. ഞങ്ങൾ സന്തോഷത്തോടെ കഴിയട്ടെ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ ആനന്ദത്തോടെ ഞങ്ങൾ കർത്താവെ ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ കർത്താവെ. സമാധാനത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഞങ്ങൾ ആത്മനിറവുള്ളവരായി ഞങ്ങൾ ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ ആത്മാവിൻ്റെ ലഹരി ആസ്വദിക്കട്ടെ കർത്താവെ. ഞങ്ങളുടെ കൂട്ടായ്മകളിൽ ഞങ്ങൾ ആത്മാവിൻ്റെ ലഹരി ആസ്വദിക്കട്ടെ കർത്താവെ. ദുർഗന്ധമുണ്ടാകാനിടയാകരുത്. ജീവിപ്പിക്കുന്ന വചനം വ്യാപരിക്കണം. ദൈവത്തിൻ്റെ വചനം, ദൈവവചനത്തിൻ്റെ ശക്തി. എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. ഇന്ന് വീട്ടിൽ മരിച്ചു കിടക്കുന്നവരുണ്ട്, ആരും അറിയുന്നില്ല, ജീവൻ പോയി. ചില പാപങ്ങൾ, രഹസ്യമായി വന്ന പാപങ്ങൾ കർത്താവേ ഇന്ന് ആ ജീവനിലേക്ക് പകരണമേ. ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്. അവൻ ജീവൻ തരാൻ വന്നവനാണ്. അവൻ ജീവിപ്പിക്കുന്ന ആദാമായി വെളിപ്പെട്ടവൻ, ഒടുക്കത്തെ ആദാമായി ജീവിപ്പിക്കാൻ വന്നവൻ വീട്ടിൽ മരിച്ചു കിടക്കുന്നവരെ കാണാതെ പോയില്ല. വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നവരെ അവൻ നോക്കാതെ പോയില്ല. അവരുടെ അടുക്കിലേക്കും കടന്നു ചെന്ന് അവർക്കും അവൻ ജീവൻ പകർന്നവനാകയാൽ ഇന്ന് രഹസ്യ പാപങ്ങളിൽ മരിച്ചു കിടക്കുന്നവരെ ജീവിപ്പിക്കുവാൻ യേശുവിന് കഴിയും. എന്നെ ജീവിപ്പിക്കാൻ എൻ്റെ കർത്താവേ നിനക്ക് കഴിയും. വിശ്വസിക്കുക, അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഞങ്ങളെ ആത്മാവിൽ ജീവനുള്ളവരാക്കി മാറ്റണമേ കർത്താവേ. ആത്മാവിൽ ആസ്വദിക്കുവാൻ, ആത്മാവിൻ്റെ ആ സന്തോഷം ആസ്വദിക്കാൻ തക്കവണ്ണം നീ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ജീവനുള്ളവരുടെ കൂട്ടമായി നിർത്തണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി സ്തോത്രം. കേൾപ്പിച്ച ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്നവരായ ഞങ്ങളെ അവിടുന്ന് ജീവിപ്പിച്ചു. ഇനിയുള്ള കാലം പാപം സംബന്ധിച്ച് മരിച്ചവരായി, പാപം വന്ന് പാപത്തിലേക്ക് ഞങ്ങളെ വശീകരിക്കുമ്പോൾ
ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് പോലെ അതിനനുകൂലമായ ഒരു പ്രതികരണവും ഞങ്ങളിൽ നിന്ന് വരാതെ കൊണ്ട് നിൽക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വത്തോടും എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.